ഇത്രയും വലിയ ഒരു കൊറിഡോർ ഈ ഒരു 3 BHK ഉള്ളതാണ്. അത്രയും പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇതും വരുന്നത്. അപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സീ വ്യൂ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഹായ്, ദിസ് ഇസ് ഷമീൻ. ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ച് ഫേസിംഗ് ആയിട്ട് വരുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള പ്രസ്റ്റീജ് ഓഷ്യൻ പേൾ പറഞ്ഞ പ്രൊജക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊജക്റ്റ് നമ്മൾ ഇതിന് മുമ്പ് വന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ സാമ്പിൾ യൂണിറ്റ് റെഡി ആയിട്ടുണ്ട്. മീൻസ് ആക്ച്വൽ ടവറിൽ വരുന്ന യൂണിറ്റ് റെഡി ആയിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനും കൂടെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫയാസ് സെയിൽസ് മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ ഷമീൻ, താങ്ക് യു. നിങ്ങളുടെ റെഫറൻസിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു, ഒരുപാട് എന്താ പറയുക നല്ല റിസൾട്ട്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിനൊക്കെ. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ വന്നിരുന്നൊക്കെ ഫ്രണ്ട് ടവേഴ്സ് മാത്രം നമ്മൾ കംപ്ലീറ്റഡ് ആയിരുന്നായിരുന്നല്ലോ. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോക്കപ്പ് പോലെ കാണാൻ പറ്റുമായിരുന്നല്ലോ. ഇപ്പോൾ പുറകിലത്തെ ടവേഴ്സ്, അത് ടവർ 3 ആൻഡ് ടവർ 4 നമ്മുടെ മോക്കപ്പ് ചെയ്യുന്നുണ്ട്. ടവർ 3 വരാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡയഗണലി വ്യൂ വരുന്നതുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ വിളിക്കുന്ന പല ആൾക്കാരുടെയും സംശയമായിരുന്നു എങ്ങനെയാണ് ഈ ബാക്ക് സൈഡിൽ എങ്ങനെ വ്യൂ വരാന്നുള്ളത്. പക്ഷേ ബാക്ക് സൈഡിൽ നിന്ന് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡ്വൽ വ്യൂ ആണ്. ഒന്ന് ഒരു ടവറിൽ നിന്നാണെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് എക്സ്റ്റൻഡഡ് ടവറാണ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ പുറത്തേക്കാണ് ബാൽക്കണി എക്സ്റ്റെൻഡ് ചെയ്തത് 4 BHK. അതിന്റെ ഒരു കംപ്ലീറ്റ് സിറ്റിയും ആൻഡ് ഓഷ്യനൊക്കെ. പിന്നെ പോഡിയം ആകുമ്പോൾ അവർക്ക് നോർത്ത് ബീച്ച്, സൗത്ത് ബീച്ച് ആൻഡ് ആ പോഡിയം 40,000 സ്ക്വയർ ഫീറ്റിലെ ഗാർഡൻ ഏരിയ, എലിവേറ്റഡ് ഗാർഡനിലേക്കാണ് വ്യൂ വരുന്നത്. നല്ല വിൻഡ് ഫ്ലോ ആയിട്ടുള്ള ഏരിയാസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഫയാസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം. അപ്പോൾ കൂടുതൽ സാമ്പിൾ ഫ്ലാറ്റിന്റെ ഒക്കെ മോക്കപ്പ് ഫ്ലാറ്റിന്റെ ഒക്കെ ടൂർ അതിൽ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഓരോ ടവർ വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഈ സാമ്പിൾ ആയിട്ട് റെഡി ആയിട്ടുള്ള ആക്ച്വൽ ടവറിൽ റെഡി ആയിട്ടുള്ള യൂണിറ്റ് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. എന്താണ് ബിൽഡർ കസ്റ്റമറിന് ഹാൻഡിങ് ഓവർ ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്താ തരുന്നത്, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ അമ്യൂണിറ്റി വൈസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മിനിച്ചറിൽ കാണാം. ആക്ച്വൽ ഹാൻഡിങ് ഓവർ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് എങ്ങനെയാണ്, അതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് എന്താ വന്നത്, അതിൻ്റെ പെയിൻറ്റിൻ്റെ കളർ എന്തായിരിക്കും, ഇതെല്ലാം നമുക്ക് ടച്ച് പോയിന്റ് ആയിട്ട് നമുക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആക്ച്വൽ യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് ടൂർ ചെയ്ത് നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിയേച്ചറിൻ്റെ അവിടുന്ന് താഴെ ഡിസ്കസ് ചെയ്ത ആ ഒരു ഫ്ലോറ്. ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറാണിത്. ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് 3 BHK അതുപോലെ തന്നെ 4.5 BHKൻ്റെയും യൂണിറ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഓരോ യൂണിറ്റ്സും നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത്. ക്ലയൻറ്റിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഈ ടവർ ബാക്ക് സൈഡിൽ വരുന്ന ടവേഴ്സാണ്. ഡയഗണലിയും അതേപോലെ സിറ്റി ഫേസിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഈ 4 BHK എന്ന് പറയുന്നത് ഡയഗണലി വ്യൂ കിട്ടുന്ന രീതിയിലുള്ള യൂണിറ്റ് ആണ്. ഇനി 3 BHK നോക്കിക്കഴിഞ്ഞാൽ അത് സിറ്റി ഫേസിങ് ആണ്. അതിൽ പോലും നമുക്ക് ബാൽക്കണിയിൽ പോയി കഴിഞ്ഞാൽ സീയിലേക്കുള്ള വ്യൂ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ 4. BHK വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ സൈഡിൽ കാണുന്നതാണ് മെയ്ഡ്സ് റൂമിലേക്കുള്ള എൻട്രി ആണ്. അവിടെ തന്നെ ടോയ്ലറ്റും വരുന്നുണ്ട്. കൂടാതെ മെയ്ഡ്സ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. ഇതാണ് മെയ്ഡ്സ് റൂം. ഈ ഒരു സൈസിലുള്ള മെയ്ഡ്സ് റൂമാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഈ കാണുന്നതാണ് ടോയ്ലറ്റ്. മെയ്ഡ്സ് റൂമിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയ്ഡ്സ് റൂമിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രി ആണ്. ഇത് യൂട്ടിലിറ്റി ഏരിയ ആണ്. ഈ കാണുന്നതാണ് കിച്ചൺ. അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്മാർട്ട് ലോക്ക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഡോറ് കയറി നേരെ എൻ്റർ ചെയ്യുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഫോയർ സ്പേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഫ്ലോറിംഗ് ആണ്. കോമൺ ഏരിയയിൽ മുഴുവൻ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഡൈനിങ് കം ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട കിച്ചണാണ് ഈ കാണുന്നത്. ഈ കിച്ചണിന് ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് നേരത്തെ കണ്ട പോലെ മെയ്ഡ്സ് റൂമിലേക്കും എൻട്രി വരുന്നുണ്ട്. ഇനി ഈ ലിവിങ് കം ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബാൽക്കണി ഏരിയയാണ് വരുന്നത്. ഇത്രയും ലെങ്ത് ഉണ്ട്, വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ ആണിത്. ഒരു പനോരമിക് വ്യൂ ആണ്. സീയിലേക്കാണെങ്കിലും അതുപോലെ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ലൈറ്റിംഗ്, ഇത് പോഡിയം ലെവലാണ്. ഇവിടെയുള്ള ഗാർഡനിലുള്ള ലൈറ്റിങ്ങും എല്ലാം നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ അത്രയും നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് സൗത്ത് സൈഡിലേക്കുള്ള സീ വ്യൂ ആണ് കിട്ടുന്നത്. ഈ ഭാഗത്താണെങ്കിൽ നോർത്ത് സൈഡിലേക്കുള്ള സീ വ്യൂ ആണ്. അപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സീ വ്യൂ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതുകൂടാതെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പോഡിയം ഏരിയയാണ്. ഇത് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഈ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് 2 റൂംസ് നമുക്ക് വരുന്നത്. ഈ സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ സീ വ്യൂവും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പോഡിയം ലെവലിലുള്ള വ്യൂവും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഗ്ലാസ് ഏരിയ വരുന്ന നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള യൂണിറ്റാണിത്. ഇവിടെ ഒരു വാക്കിംഗ് ക്ലോസറ്റിനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും ഏരിയ വാക്കിംഗ് ക്ലോസറ്റ് കൊടുക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടോയ്ലറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിനാണെങ്കിലും വാളിനാണെങ്കിലും ഇറ്റാലിയൻ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടാവും. അപ്പോൾ നല്ല പ്രീമിയം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇത് അലുമിനിയത്തിൻ്റെ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താ വെച്ചാൽ ഈ വെള്ളമൊക്കെ വരുന്ന കാരണം ഇവിടെ ഒരു പൂപ്പൽ പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാനാണ് ടോയ്ലറ്റിൽ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ സീലിംഗ് ആണ്. പിന്നെ അടുത്തൊരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. അവിടെ സിറ്റി വ്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരു ബെഡ്റൂം ഇവിടെയും വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്, അതും സിറ്റി വ്യൂ ആണ്. ഈ ഭാഗത്തായിട്ട് അടുത്ത ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ഒരു വാഷ് ഏരിയ വരുന്നത്. ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് 3 BHK യൂണിറ്റിലേക്കുള്ള വഴി. ഇത്രയും വലിയ ഒരു കൊറിഡോർ ഈ ഒരു 3 BHKയിലേക്കുള്ളതാണ്. അത്രയും പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇതും വരുന്നത്. ഇവിടെ ഒരു ഫോയർ സ്പേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ലിവിംഗ് കം ഡൈനിങ്ങിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലും ഇത്രയും വലിയൊരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയാണ് ഏറ്റവും കുറവ് വ്യൂ വരുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ബീച്ചിലേക്ക് കിട്ടുന്നുണ്ട്. ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഫേസിംഗ് ആണ്. പിന്നെ അതുകൂടാതെ ഇവിടെയാണ് ആ പോഡിയം ലെവൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പോഡിയത്തിലേക്കുള്ള വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഗാർഡനിങ്ങും അവിടെയുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി വ്യൂ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു 3 BHKയിൽ വന്നു കഴിഞ്ഞാലും ഫ്ലോറിങ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കിച്ചൺ. ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇറ്റാലിയൻ മാർബിൾ കാണാൻ പറ്റും. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഫ്ലോറിങ്ങും അതേപോലെ വാൾ ടൈലിങ്ങും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീലിംഗ് കൊടുത്തിട്ടുള്ളത് അലുമിനിയത്തിൻ്റെ സീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൂപ്പലിൻ്റെയൊക്കെ സ്മെല്ല് ഒഴിവായി കിട്ടും. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സിറ്റി വ്യൂ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമുക്ക് സിറ്റി വ്യൂ കിട്ടുന്നത്. അതന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നല്ല ഗ്രീൻ ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലും സിറ്റി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് ആക്ച്വലി ഉള്ള ഒരു യൂണിറ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വ്യൂ കിട്ടാൻ പോകുന്നതെന്നുള്ള കാണിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു രീതിയിലുള്ള വ്യൂ ആണ് നമുക്ക് ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ വന്നാൽ പോലും നമുക്ക് ആ സീ വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രീമിയം പ്രൊജക്റ്റ് ആയിട്ടുള്ള കാലിക്കറ്റിലെ ഏക മൈവാൻ ടെക്നോളജി യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ഒരു പ്രീമിയം പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബൈ.